ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അതുപോലെ അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുറന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ആ സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളോടുള്ള ആ ഒരു പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളോടുള്ള ആ ഒരു പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. ഈ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് നിങ്ങൾ ആ ഒരു പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ആ ഒരു പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സുകൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, 4 ഓഫ് കപ്സ് ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കാർഡ്. 4 ഓഫ് കപ്സ്, ഏസ് ഓഫ് പെന്റക്കിൾസ്, ഓക്കെ, 6 ഓഫ് കപ്സ്, 6 ഓഫ് വാൻഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 6 ഓഫ് കപ്സ്, 6 ഓഫ് വാൻഡ്സ്, ജസ്റ്റിസ് കാർഡ്, 2 ഓഫ് സോഡ്സ്. ഓക്കെ, വീണ്ടും നമുക്ക് 6 ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 10 ഓഫ് വാൻഡ്സ്, ദ ടവർ കാർഡ്, 8 ഓഫ് കപ്സ്, 9 ഓഫ് വാൻഡ്സ്, 9 ഓഫ് പെന്റക്കിൾസ്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. 3 ഓഫ് സോൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാർഡുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഒരു റീഡിങ് നോക്കുമ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ സ്റ്റേജിൽ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 4 ഓഫ് കപ്സിന്റെ കാർഡ് ഉണ്ട്, അതുപോലെ 10 ഓഫ് വാൻഡ്സും 9 ഓഫ് വാൻഡ്സും. ഈ ഒരു 3 കാർഡുകൾ എടുക്കുമ്പോൾ തന്നെ കാണുന്നത് അവരിപ്പോൾ മെന്റലിയും അതുപോലെ ഇമോഷണലിയും വളരെ ടയേർഡായിട്ടുള്ള ഒരു സമയമാണ് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ജീവിതത്തിൽ ഒത്തിരി പ്രഷർ അവർക്ക് കൂടുന്ന ഒരു സമയമാണ്. വളരെയധികം സ്ട്രഗിൾസിലൂടെ അവർ കടന്നു പോകുന്ന സമയമാണ്. കാരണം അവരുടെ ലൈഫിലെ ആ ഒരു അവരുടെ മാത്രമായിട്ടുള്ള നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പുമായിട്ടുള്ളതല്ല, അവരുടെ പേഴ്സണൽ ലൈഫിൽ, അവരുടെ ഫാമിലിയിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ഒത്തിരിയേറെ റെസ്പോൺസിബിലിറ്റീസ് അവർ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സമയമാണ്. ഒരുപാട് കാര്യങ്ങൾ ക്യാരി ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നാണ് ഈ 10 ഓഫ് വാൻഡ്സ് നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ആകാം, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആകാം, ഫാമിലിയിലുള്ള മറ്റാളുകളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ അവരും ഫാമിലിയിലുള്ള മറ്റാളുകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതാകാം, എന്തുമാകാം. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ക്യാരി ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം ആ ഒരു ഫാമിലിയിലെ ഒരു ഫൈനാൻഷ്യൽ കാര്യങ്ങളെല്ലാം നോക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതായത് കുറെ ആളുകൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ആകാം. അതുകൊണ്ട് തന്നെ പുതിയ അവസരങ്ങൾ പോലും അവരെ ഇഗ്നോർ ചെയ്യുന്ന പോലെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കാരണം അവർക്ക് അതൊന്നും ശ്രദ്ധിക്കാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല. അവർക്ക് ചിലപ്പോൾ ഇപ്പം നിൽക്കുന്ന ജോലിയിൽ നിന്ന് നല്ലൊരു ജോലിയിലേക്ക് മാറാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കാം. എങ്കിൽ കൂടി അവർ വിചാരിക്കുന്നത് ഇപ്പോൾ ഇതിൽ തന്നെ നിന്നുകൊണ്ട് ഇതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഓടിച്ചുകൊണ്ട് പോകാം എന്ന് അവർക്ക് ആ ഒരു ശ്രദ്ധ പോലും വരുന്നില്ല. അവരുടെ ഒരു നെക്സ്റ്റ് ലെവലിലേക്കുള്ളതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല, ഇത്രയധികം റെസ്പോൺസിബിലിറ്റീസ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ അവർ സ്റ്റിൽ ഈ ഒരു റെസ്പോൺസിബിലിറ്റീസിനോട് അല്ലെങ്കിൽ അവരുടെ ലൈഫിനോട് ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് 9 ഓഫ് വാൻഡ്സിന്റെ എനർജി പറയാൻ. അപ്പോൾ അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ അവർ വളരെ ഒരു ലോ എനർജിയാണ് അവർക്കുള്ളത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് ഇപ്പോഴത്തെ അവരുടെ കറണ്ട് സിറ്റുവേഷൻ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടവർ കാർഡ് ഉണ്ട്, അതുപോലെ 8 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് ഉണ്ട്. അപ്പൊ ഈ അടുത്ത കാലത്ത് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ഷോക്ക് അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവർ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇമോഷണലി വാക്ക് അവേ ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് 8 ഓഫ് കപ്സ്. ഇതൊരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും.
ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിൽ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇവർ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കായിരിക്കാം പോയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയോടൊപ്പം നിൽക്കാം എന്നുള്ളത്, നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഫാമിലിയോടൊപ്പം നിൽക്കാം, അവർ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഓക്കെ എന്ന രീതിയിൽ അവരോടൊപ്പം നിന്നിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞു, നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, അവർ പറഞ്ഞു ഈ ഒരു പേഴ്സൺ ഓക്കെ അല്ല എന്നുള്ള രീതിയിൽ ആ ഒരു കുറച്ച് ആളുകൾ അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് കേട്ടിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് സെപ്പറേഷനിലായി ആ ഒരു കൂട്ടം ആളുകളോടൊപ്പം പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു പേഴ്സണിലേക്ക് പോയി അവിടെ നിന്ന് അവരിൽ നിന്ന് ഒരു വലിയ ഷോക്ക് ഈ ഒരു പേഴ്സൺ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ട് എന്തോ ഒന്ന് അവിടെ കണ്ടതുകൊണ്ടാണല്ലോ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. ആ ഒരു ബെറ്റർനെസ് അവർക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. നിങ്ങളുടെ എത്ര പോലും സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന, നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന അത്ര അതിലും ഒത്തിരി എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളത്. പക്ഷെ അവിടെ നിന്ന് അവർ പ്രതീക്ഷിച്ചതൊന്നും തന്നെ കിട്ടിയില്ല എന്ന് മാത്രമല്ല ഒരു വലിയ ഷോക്ക് അവർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഷോക്കായിരുന്നു. അത് അവരെ ഒത്തിരി മാറ്റി എന്ന് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് അവരൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്ന് ഇമോഷണലി വോക്ക് അവേ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഇപ്പൊ നിങ്ങളുമായിട്ടൊരു ബ്രേക്കപ്പിലാണ് ഈ ഒരു പേഴ്സൺ എങ്കിൽ കൂടിയും ആരോടൊപ്പമാണോ ഏത് സിറ്റുവേഷനിലൊപ്പമാണോ അവരുണ്ടായിരുന്നത് അതിൽ നിന്ന് ഇപ്പോൾ അവർ ഇറങ്ങി പോരാനായിട്ട് ശ്രമിക്കുന്നു. അതിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കറണ്ട് സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 2 of Wands അതുപോലെ ജസ്റ്റിസ് കാർഡ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇപ്പോൾ അവർ ഫ്യൂച്ചറിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ അവർക്ക് അതിനുള്ള സമയങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ നോക്കി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുമ്പോൾ ഇവരുടേതായ കാര്യങ്ങൾക്ക് ഇവര് അല്ലെങ്കിൽ അത് ചിന്തിക്കാൻ പോലും ആലോചിക്കാൻ പോലുമുള്ള ഒരു എന്താ പറയുക, അവർക്കൊരു കോൺസെൻട്രേഷൻ കിട്ടിയിരുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു. ഇവരുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടായപ്പോൾ അവർ ഫ്യൂച്ചറിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നു. അപ്പൊ ശരിയായ തീരുമാനം എന്താണ് എന്നൊരു കൺഫ്യൂഷൻ ഇവരുടെ മനസ്സിൽ വരികയാണ്. അപ്പൊ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിയാകാം, നിങ്ങളുമായിട്ട് സെപ്പറേഷനിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാകാം. അപ്പൊ അങ്ങനെ പോയതൊക്കെ ശരിയായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങളായിരുന്നോ ശരി, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആയിരുന്നോ എൻ്റെ കൂടെ നിൽക്കേണ്ടിയിരുന്ന ഒരു പേഴ്സൺ, അവരെയാണോ ഞാൻ വിട്ടു കളഞ്ഞത് എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. ജസ്റ്റിസ് കാർഡ് കാരണം അവര് ഒരു ഫെയർനെസ്സും കർമ്മയും തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണോ ഞാൻ നിങ്ങളുടെ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന പേഴ്സൻ്റെ അടുത്ത് ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ പേഴ്സൻ്റെ അടുത്ത് ചെയ്തിട്ടുള്ള അവരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ട് ഞാൻ പോകുന്നതിന് എനിക്ക് ആ ഒരു സെയിം വേദന കിട്ടിയതാണോ എന്ന കർമ്മയെക്കുറിച്ചും ഈ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് ജസ്റ്റിസ് കാർഡ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. എന്ത് ചെയ്യണം എന്നറിയത്തില്ല, പല പല ചിന്തകളുണ്ട് ഇവർക്ക്. എങ്കിൽ കൂടിയും അങ്ങനെ ഒരു അവസ്ഥയിൽ ഇവരിങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷെ ഫ്യൂച്ചറിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന എനർജീസ് കാണുന്നുണ്ട്. ഇതാണ് ഈ ഒരു റീഡിങ്ങുമായി റെസനേറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു കറന്റ് സിറ്റുവേഷൻ ഇതാണ്. ഇനി അവരുടെ ഫീലിങ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 6 of Cups ഉണ്ട്, 3 of Swords ഉണ്ട്. അവര് നിങ്ങളെ വളരെയധികമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ പഴയ മെമ്മറീസ് വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും അവരിലുണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ ആ ഒരു ഹാർട്ട് ബ്രേക്കും പെയിനും കാര്യങ്ങളും അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും ഒക്കെ അവരുടെ ഹാർട്ടിൽ തന്നെ ഉണ്ട്. അവരുടെ ഒരു സൈഡിൽ അതുണ്ട്. നിങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പുമായിട്ട് ബ്രേക്കപ്പിലേക്കോ ഒക്കെ പോയ സമയത്ത്, കോൺഫ്ലിക്ട്സുകൾ ഉണ്ടായ സമയത്തൊക്കെ അവർക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു വേദന അവർക്ക് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വേദനയോട് കൂടിയുള്ള ഒരു ഹൃദയത്തിന്റെ ഒരു മിസ് ഫീലിങ്സ് ആണ് അവർക്ക് വരുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓർമ്മകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ 6 of Pentacles, ഏസ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്, 6 of Pentacles ഉണ്ട്. അപ്പൊ അവരുടെ ഉള്ളിൽ ഒരു ഡിസയർ ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. നിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ട്. നിങ്ങളോടൊപ്പം വീണ്ടും ഒരു പുതിയ തുടക്കം ഉണ്ടായാൽ അല്ലെങ്കിൽ തുടങ്ങിയാൽ ബാലൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, നല്ല രീതിയിൽ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്നുമുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ഏസ് ഓഫ് പെന്റക്കിൾസും അതുപോലെ 6 of Pentaclesഉം കാണിച്ചു തരുന്നത്. പിന്നെ നമുക്ക് 6 of Wands ഉണ്ട്, 9 of Pentacles ഉണ്ട്. അവർക്ക് ഒരു ഈഗോയും അതോടൊപ്പം തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
അപ്പോൾ ചില ആളുകൾക്കാണെങ്കിൽ ഈഗോ മാത്രമായിരിക്കും, ചില ആളുകൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ആയിരിക്കും. ഇത് രണ്ടും കൂടി വരുന്ന ആളുകളുടെ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ആളുകൾ വളരെ കുറവാണ്. ഇവിടെ ഈ ഒരു പേഴ്സൺ ആ രണ്ട് കാര്യങ്ങളും ഒരു വ്യക്തിയിൽ വന്നിരിക്കുകയാണ്. ഈഗോയുണ്ട്, അതുപോലെ സെൽഫ് റെസ്പെക്റ്റും ഉണ്ട്. ഇതാണ് ഇവരുടെ ഒരു ലൈഫിൽ മൊത്തത്തിൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അവർ സ്ട്രോങ് ആയി അവരെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അത് തുറന്ന് കാണിക്കാതെ അവർ സ്ട്രോങ് ആണ്, നിങ്ങളില്ലെങ്കിലും ഓക്കെ ആണ്, അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പെരുമാറിയതിനൊന്നുമല്ല എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു വിഷമങ്ങളും കാര്യങ്ങളും എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള രീതിയിൽ അവരെ തന്നെ നുണ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട്, അല്ല അവരുടെ മനസ്സിനെ തന്നെ നുണ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ വളരെ സ്ട്രോങ് ആണ് എന്ന് തുറന്നു കാണിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആണ്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞ ഈഗോയും സെൽഫ് റെസ്പെക്റ്റും കൂടി ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓവറോൾ എനർജി ഇവിടെ പറയുകയാണെങ്കിൽ പാസ്റ്റിൽ ഇവർക്ക് ആ ഒരു സ്റ്റക്നെസ് ഉണ്ടായിരുന്നു, മെമ്മറീസ് ഒക്കെ ഒന്ന് സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളുമായിട്ട് ബ്രേക്കപ്പിൽ പോയ സമയത്ത് അവർ ചിന്തിച്ചിരുന്നത് വളരെ ഓക്കെ ആണ്, അല്ലെങ്കിൽ ഞാൻ എടുത്ത തീരുമാനം കറക്റ്റ് ആണ് എന്ന രീതിയിൽ അവർ ഓക്കെ എന്ന രീതിയിൽ അവർ കുറച്ച് അങ്ങ് മുന്നോട്ടേക്ക് പോയി. ആ ഒരു സമയത്ത് മെമ്മറീസ് ഒന്നും ഉണ്ടായിരുന്നില്ല, വളരെ സ്റ്റക്കായിട്ട് അങ്ങനെ അങ്ങ് ആ ലൈഫ് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഇവർക്ക് ആ ഒരു മെമ്മറീസ് ഒക്കെ, നിങ്ങളെ കുറിച്ചുള്ള മെമ്മറീസ് ഒക്കെ അവരുടെ ലൈഫിലേക്ക് നിരന്തരമായിട്ട് കയറി വരുന്നു എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ തന്നെ ആ ഒരു വേദന ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആ ഒരു സന്തോഷത്തേക്കാൾ കൂടുതലായിട്ട് നിങ്ങളെ അവർ വിഷമിപ്പിച്ച വാക്കുകൾ പറഞ്ഞിട്ടുള്ളതും നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുള്ളതുമായ ആ ഒരു വേദന ഉള്ളിൽ അവർ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പൊ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് അവർ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു, ആ ഒരു മാറ്റം അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളോടുള്ള ആ ഒരു കണക്ഷൻ ഇനിയും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാനും പറ്റുന്നുണ്ട്. അതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അപ്പൊ നിങ്ങളോടുള്ള ആ ഒരു കണക്ഷൻ ഇപ്പോഴും അവർക്ക് പോയിട്ടില്ല. വളരെയധികമായിട്ടുള്ള ഫീലിങ്സുകളുടെ ഒരു മിക്സപ്പ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സ്നേഹമുണ്ട്, അതുപോലെ തന്നെ വേദനയുണ്ട്, ഈഗോയുണ്ട്, ഇനി ലൈഫിനെ കുറിച്ച് മുന്നോട്ട് നിങ്ങളോടൊപ്പം ഒരുമിച്ച് പോകാനുള്ള പ്രതീക്ഷയുമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്നേഹം, ആ ഒരു വേദന, ഈഗോ, പ്രതീക്ഷ, ഇങ്ങനെ മിക്സ്ഡപ്പ് ആണ് ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സുകൾ നോക്കുകയാണ്. അപ്പം എങ്ങനെ പറഞ്ഞാലും അവര് നിങ്ങളെ മറന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവരിപ്പോ ഒരു ഹീലിംഗ് സ്റ്റേജിലാണ് എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കൺഫ്യൂഷനും പെയിനും ഒക്കെ ഉള്ളതിനാൽ അവർ ഉടനെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് വരികയുമില്ല, അല്ലെങ്കിൽ അവർക്ക് ഉടനെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് കഴിയുകയുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ബന്ധത്തില് ഏറ്റവും അത്യാവശ്യമായിട്ട് ഈ ഒരു സമയത്ത് വേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പേഷ്യൻസ് ആണ്. പേഷ്യൻസ് വളരെ പ്രധാനമാണ്. ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിൽ ചെയ്യാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഗൈഡൻസ്, യൂണിവേഴ്സ് എന്നുള്ള ഗൈഡൻസ്, ഇനി നിങ്ങൾ ഈ ഒരു സാഹചര്യമാണ് നിങ്ങളുടെ പേഴ്സന്റെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് യൂണിവേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളും അവരെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം മനസ്സിനെ കാമാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു പാസ്റ്റിലെ പെയിനൊക്കെ ഒന്ന് വിട്ടുകളയാനായിട്ട് ശ്രമിക്കുക. ഓവർ തിങ്കിങ് കുറയ്ക്കുക. ഇമോഷണൽ ആയിട്ട് ഡിപ്പെൻഡ് ആയിട്ട് ആ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോ ആ വ്യക്തിയുടെ പ്രവൃത്തികളിലോ ഡിപ്പെൻഡ് ആവാതിരിക്കുക. കാരണം നിങ്ങൾ സ്ട്രോങ് ആകുമ്പോഴാണ് ശരിയായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുക. നിങ്ങൾ ആ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷനെയോ ഒക്കെ അറ്റാച്ച്മെന്റ് ആയിട്ട് അത് പിടിച്ചു വെക്കുകയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഉടനെ ഒരു കോണ്ടാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. കാർഡുകൾ പറയുന്നത് അവരിപ്പോൾ ഓൾറെഡി ഒരു സ്ട്രെസ്ഡ് ആണ്, കൺഫ്യൂസ്ഡ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് അങ്ങോട്ടേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അവരെ ചേസ് ചെയ്ത് പുറകെ ചെയ്യുന്ന അല്ലെ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടുതൽ ഡിസ്റ്റൻസ് എടുക്കാനുള്ള ഒരു സാധ്യതയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സ്പേസ് കൊടുക്കുന്നത് ബെറ്റർ ആണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് വരുന്ന ഒരു ഗൈഡൻസ്. പിന്നെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. റിലേഷൻഷിപ്പിൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് ബാലൻസ് വളരെ പ്രധാനമാണ്. നിങ്ങൾ മാത്രം എഫേർട്ട് ഇടുന്ന റിലേഷൻഷിപ്പാണ് ഇതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാത്രം എഫേർട്ട് ഇടുന്നത് ശരിയല്ല. അവരും കൂടി ഈ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് അത്രയധികം ഒരു സ്നേഹം ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ മാത്രം എഫേർട്ട് ഇടുന്നത്. അവർക്ക് ആ ഒരു എഫേർട്ട് ഇടാനുള്ള ഒരു സമയം കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ മാത്രം എഫേർട്ട് ഇടരുത് എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾ എഫേർട്ട് ഇടണം, ആവശ്യത്തിന് മാത്രം. അവരും കൂടെ എഫേർട്ട് ഇടട്ടെ എന്നാണ് യൂണിവേഴ്സിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്.
അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങളെ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഗ്നോർ ചെയ്യുകയാണ്, നിങ്ങളെ അവഗണിക്കുകയാണെങ്കിൽ അവരൊരിക്കലും നിങ്ങൾ ചേസ് ചെയ്യരുത്. നിങ്ങളുടെ ആ ഒരു വാല്യൂ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഞാൻ ഈ ഒരു പേഴ്സണെ ഇങ്ങനെ ചേസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്ന ഒരാളല്ല എന്നുള്ളൊരു കാര്യം നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തണം. ഞാൻ ഡിസർവ് ചെയ്യുന്നത് എന്താണ് എന്നത് എനിക്ക് ഒരു ക്ലിയർ ആകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒന്ന് മനസ്സ് കാമാക്കിയിട്ട് എന്താണ് എനിക്ക് വേണ്ടതിനെ കുറിച്ച് ഒരു കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരിക്കലും നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന ആളെ പുറകെ ചേസ് ചെയ്ത് പോകരുത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഒരു സ്ലോ ആയിട്ട് പേഷ്യൻസ് ആയിട്ട് ഇരിക്കുക. ഈ ഒരു കണക്ഷൻ ടോട്ടലി ഓവർ ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പക്ഷെ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ ഒന്നും വേണ്ട ഒരു സമയമല്ല ഇത്. കുറച്ച് സമയം കൊടുക്കും. അവർ ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം മാത്രമേ അവർ നിങ്ങളിലേക്ക് വരുവുള്ളൂ. അങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങളും ഒരു മൂവ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേണ്ടത് ഒരു ഫൈനലായിട്ട് പറയുകയാണെങ്കിൽ യൂണിവേഴ്സിന്റെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഹീലിംഗ് ആണ് ആവശ്യം. അപ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് അവിടെ ഇടുക. അവർ ആ ഒരു സ്പേസ് എടുത്ത് ആ ഒരു സമയം എടുത്ത് അവരവരെ തന്നെ ഹീൽ ചെയ്തിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ വരട്ടെ. അപ്പോൾ ഒരിക്കലും അവർ ചേസ് ചെയ്യാനായിട്ട് നിൽക്കരുതെന്ന് യൂണിവേഴ്സ് നമുക്കോട് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ സെൽഫ് റെസ്പെക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു റൈറ്റ് ടൈം, നിങ്ങളുടേതായ ഒരു സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയം എന്തായാലും നിങ്ങളിലേക്ക് വരിക തന്നെ, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു സമയം വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കാമായിട്ട് നിങ്ങളെ തന്നെ നല്ലൊരു ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഹീൽ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷെ നിങ്ങളെ തന്നെ ഒരു സ്ട്രോങ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സോൾ മെസ്സേജ്, വിത്തൗട്ട് യു ഐ ആം നത്തിങ് എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. നിങ്ങളില്ലാതെ അവർ വട്ടപൂജ്യമാണ്, ശൂന്യമാണ് എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഐ വിൽ മെസ്സേജ് യു സൂൺ. ഓക്കെ, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അവർ തരും, ഒരു കോണ്ടാക്ട് കിട്ടാനുള്ളൊരു ചാൻസ് ആണ്. ഐ വാണ്ട് ടു സ്പെൻഡ് ഓൾ മൈ സെക്കൻഡ് മിനിറ്റ്സ് ആൻഡ് അവേഴ്സ് വിത്ത് യു. ഓക്കെ, എൻ്റെ ലൈഫിലെ ഓരോ മിനിറ്റ്സും ഓരോ സെക്കൻഡ്സും ഓരോ മണിക്കൂറുകളും നിങ്ങളോടൊപ്പം ചിലവഴിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. യു ആർ മൈ ഹാർട്ട്, മൈ സോൾ, മൈ ട്രഷർ, മൈ ടുഡേ, മൈ ടുമോറോ, മൈ ഫോർ എവർ ആൻഡ് എവറിത്തിങ്. ഓക്കെ, അവർ പറയുകയാണ് നിങ്ങളാണ് അവരുടെ ഹൃദയം, അവരുടെ ആത്മാവ് നിങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു നിധി എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. അതുപോലെ നിങ്ങളാണ് അവരുടെ ഇന്നും ഇന്നലെയും എല്ലാം എപ്പോഴും നിങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം അവരിവിടെ പറയുന്നുണ്ട്. മൈ ഹാർട്ട് ഈസ് ഫുൾ ഓഫ് യു. ഓക്കെ, അവരുടെ ഹൃദയം മുഴുവൻ നിങ്ങളാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതാണ് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. യു ഡിഡിൻറ്റ് ജസ്റ്റ് ബിക്കം എ പാർട്ട് ഓഫ് മൈ വേൾഡ്, യു ബിക്കം ദ ഹാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, ഒരിക്കലും ഈ ഒരു എൻ്റെ ഒരു ലോകത്തിലുള്ള എൻ്റെ ലൈഫിലെ ഒരു പാർട്ടല്ല നീ, എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു പാർട്ടായിട്ടാണ് നീ മാറിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. യു ആർ മൈ സോൾമേറ്റ്. ഓക്കെ, ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. സോൾമേറ്റ് ആണ് എന്ന് അവർ പറയുന്നുണ്ട്. ഐ പ്രോമിസസ് യു ദിസ്, ഐ വിൽ ഓൾവേസ് ബി ദെയർ ഫോർ യു. ഓക്കെ, ഞാൻ നിനക്ക് ഒരു പ്രോമിസ് നൽകുകയാണ്, എപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, എപ്പോഴും എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് ക്ലൂസും കൂടെ എടുക്കാം, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ആണ്. അതുപോലെ 1988 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1111 എന്ന് പറയുന്നൊരു ഏഞ്ചൽ നമ്പർ കിട്ടുന്നുണ്ട്. നമ്പർ 45 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളറ്. ജാനുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ടുമോറോയും നമുക്ക് കിട്ടുന്നുണ്ട്, അതൊരു പോസിബിലിറ്റി ആണ്. ലെറ്റർ വി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കും നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ. ഡ്രോയിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ്. ഓക്കെ, 2023 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്.
നമ്പർ 50 മ്യൂസിക് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടന്റ് ആയിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അക്കൗണ്ടന്റ്, സാമ്പത്തികപരമായ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ടീച്ചർ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഫുട്ബോൾ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1977 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗാർഡനിങ്, അതുപോലെ തന്നെ ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് നല്ല ക്രേസ് ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. പെറ്റ് ലവേഴ്സ്, പെറ്റിനെ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കാം. 1978 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 23 നമുക്ക് കിട്ടുന്നുണ്ട്. ലൈക്സ് ട്രാവലിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. ലെറ്റർ ഇ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. ഡിസംബർ മന്ത്, ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. യെസ് പോസിബിൾ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കിട്ടുന്നുണ്ട്. 1996 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. എക്സ്പെക്ട് മിറാക്കിൾസ്, ഒരു അത്ഭുതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ട്രൂ ലവ്, സത്യസന്ധമായ ഒരു സ്നേഹമാണെന്ന് പറയുന്നു. യോഗ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 46 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹോണസ്റ്റ്. ഓക്കെ, മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 38 കിട്ടുന്നുണ്ട്. നമ്പർ 31 കിട്ടുന്നുണ്ട്. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലവബിൾ എന്ന് പറയുന്ന ക്ലൂ ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പ് കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.